ആലങ്കോട് പഞ്ചായത്തിൽ ഇത്തവണ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ത്രികോണ മത്സരമാണ്. BJPക്ക് ശക്തമായ ഒരു സ്വാധീനം അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് 1965 മുതൽ 2 തവണയാണ് അവിടെ LDF ഭരിച്ചിട്ടുള്ളത്. ഇത്തവണ അത് LDF നിലനിർത്താനുള്ള സാഹചര്യങ്ങളൊക്കെ അവർ നോക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM സ്വന്തമായിട്ടാണ് ആലങ്കോട് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത്. ഭരണവികാരം നല്ല ഉണ്ട്, അതുകൊണ്ട് വോട്ടുകളൊക്കെ UDF അനുകൂലമായിട്ട് മാറും. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കും എന്നുള്ളത് നമ്മൾ നോക്കണം. കുറെ വാർഡുകളിൽ ശക്തമായ മത്സരങ്ങൾ നടക്കുന്നുണ്ട്, പല പ്രമുഖരും മത്സരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അവിടെ LDFന്റെ പ്രചരണം വേണ്ട പോലെ നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ശരിക്കും നേരെ മത്സരം നടക്കുന്നത് തന്നെയാണ് UDF SDPI തമ്മിലാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം പഞ്ചായത്തിൽ ചെയ്ത കുറെ കാര്യങ്ങൾ അവർ മുൻനിർത്തി കാണിക്കുന്നുണ്ട്. പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് പഞ്ചായത്തിനൊരു നല്ലൊരു കെട്ടിടം ഉണ്ടായിരുന്നില്ല. കെട്ടിടത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് UDFും ഒരു വിജിലൻസിനൊക്കെ ഒരു പരാതി കൊടുത്ത് വലിയ പ്രക്ഷോഭങ്ങളും മാർച്ചടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ഇത് ഉദ്ഘാടനത്തിന് ശേഷമാണ് UDFന് ഇതിന്റെ ആരോപണം ഉന്നയിക്കാൻ കഴിയും. ഈ സ്റ്റാർട്ടിംഗ് ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും അവർ ഇത് വേണ്ട വിധത്തിൽ ഒരു സമര പരിപാടി കാര്യമായി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് നല്ല പദ്ധതികൾക്ക് അവസരമുള്ള അല്ലെങ്കിൽ സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണ് ആലങ്കോട് പഞ്ചായത്ത്. സംസ്ഥാന ഭരണം കൂടി ആ പാർട്ടിക്കാണ്. എന്നിട്ട് അതും വേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല. അതിന്റെ മുന്നേ ഇവിടെ UDF ഭരിച്ചപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. നിരന്തര സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടൗൺ നവീകരണത്തിന് ഭാഗമായിട്ട് വ്യാപാരികളൊക്കെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. വ്യാപാരികൾക്ക് ആളുകൾ ടൗണിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. ട്രാഫിക്കിൽ അശാസ്ത്രീയത ഉണ്ട്. ഏതൊരു പദ്ധതി കൊണ്ടുവരുമ്പോഴും അതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ടാവും. എന്ത് പദ്ധതി കൊണ്ടുവരും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു തടസ്സങ്ങളല്ലേ. മഴ പെയ്ത സമയത്തൊക്കെ എത്ര ആളുകൾ പ്രയാസത്തിലായിരുന്നു എന്നറിയോ. കച്ചവടക്കാര് വളരെ പ്രയാസത്തിൽ നിരന്തരമായിട്ട് ഇവിടുത്തെ വ്യാപാരി വ്യവസായ സമിതികൾ നിരന്തരമായി സമരങ്ങൾ നടത്തി ഇവിടെ ചാല് കീറുന്ന ഒരു അവസ്ഥ ഒക്കെ ഉണ്ടായപ്പോ ഓണത്തിന് മുന്നേ ഉദ്ഘാടനം ചെയ്യുന്ന പറഞ്ഞു. നമ്മളെ പദ്ധതിനെ എതിർത്തതല്ല, പദ്ധതി വരണം, വികസനം വരണം, കാലാനുസൃതമായിട്ട് പദ്ധതികളും വികസനങ്ങളും ഒക്കെ വരണം. പദ്ധതിക്കും അതിൻ്റെതായ കുറച്ച് കാലതാമസവും അതിന്റെ ഒരു വികസനം വരുമ്പോ ഒരു ഭാഗം അവിടെ പിറകിൽ പോവാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികളാണ് നമ്മുടെ നട്ടിൽ എന്ന് പറയുന്ന ആളുകൾ. വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതെ, കുറെ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായിട്ട് തീർക്കുക എന്നുള്ളതാണ് ഒരു ആവശ്യം. UDF ആണ് അധികാരത്തിൽ വരുന്നെങ്കിൽ അവരും LDF തുടർഭരണം പിടിക്കുമെങ്കിൽ അവരായാലും ഈ വികസനം പൂർത്തീകരിക്കുക, പുതിയ വികസനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ഇതിലൊക്കെ പറയാം. ഈ ആരോഗ്യകേന്ദ്ര സ്ഥിതി നമുക്കറിയാം. അവിടെ ഒരു പക്ഷേ ഒരു കാലത്ത് കിടത്തി ചികിത്സ പോലും ഉണ്ടായിരുന്നൊരു ഇതാണ്. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതുപോലും വേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 5 ടേമായി ജില്ലാ പഞ്ചായത്ത് CPM തന്നെയാണ് വിജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നല്ലൊരു ശക്തമായിട്ടുള്ള മത്സരം ജില്ലാ പഞ്ചായത്ത് ചങ്ങനാശ്ശേരി ഡിവിഷനിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ടേമുകളിലൊക്കെ UDF ഇതിനകത്ത് ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് പ്രാവശ്യത്തെ ചങ്ങനാശ്ശേരി മത്സരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വിദ്യാർത്ഥി നേതാവിനെയാണ് CPM കൊണ്ടുനടക്കുന്ന ഡിവിഷൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. CPM നല്ലൊരു സ്ഥാനാർത്ഥിനെ തന്നെയാണ് ശക്തരായ സ്ഥാനാർത്ഥിയെന്ന് പറയാൻ കാരണം UDFന്റെ വാർഡിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. UDF പറയുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ പഞ്ചായത്ത് പിടിച്ചടക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. കാരണം 10 ആണ്ടുകളായിട്ട് UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആണ് ഇപ്പോൾ LDF അത് പിടിച്ചെടുത്തത്. വീണ്ടും അത് UDF പിടിച്ചെടുക്കുന്നുള്ള ശക്തമായിട്ടുള്ള ഒരു നിഗമനത്തിലാണ് അവർ. എന്നാൽ LDF ഒരിക്കലും വിട്ടുകൊടുക്കൂല എന്നുള്ള ശക്തമായ അവർ നല്ലൊരു ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ആലങ്കോട് പഞ്ചായത്തിൻ്റെ ഒരു ഇപ്പോഴത്തുള്ള അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരു മുന്നണികളും നല്ല ശുഭപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്.